ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ദിവസത്തെ ഫുൾ ഡേ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് രാവിലെ കുറച്ച് നടക്കാനൊക്കെ ഇറങ്ങിയതാണ്. രാവിലെ ഒന്ന് നടക്കും, കാരണം അടുക്കളയിൽ കയറിയതിന് ശേഷമാണ് പിന്നെ നടക്കാനായിട്ട് ഇറങ്ങുന്നത്. കാരണം നമ്മളിവിടെ നായകളൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ രാവിലെ നടക്കുമ്പോൾ നമുക്ക് നല്ല പേടിയാട്ടോ, നായകൾ നേരേക്ക് വരുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കാരണം ഒരു നായൊന്നും ആവില്ല, ഒരുപാട് നായ്കൾ കൂട്ടം കൂടിയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും, എന്താ ചെയ്യുക, അവർ നേരേക്ക് വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ കിച്ചണിലൊക്കെ ഒന്ന് കയറി ചോറിനും അങ്ങനെ കട്ട് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ആണക്കാരും പിന്നെ എല്ലാം അടുപ്പത്തുള്ളതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. അപ്പോഴേക്കും കുറച്ച് വെളിച്ചമൊക്കെ വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്ക് പേടിയില്ല കേട്ടോ. എല്ലാവരും റോട്ടിലൊക്കെ ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സമയത്താണ് കേട്ടോ, ഒറ്റയ്ക്കാവില്ല, ഫ്രണ്ട്സുകളൊക്കെ കൂടെ ഉണ്ടാവും. അപ്പോൾ അടുത്തൊക്കെയുള്ള ആളുകളൊക്കെ നമ്മൾ ഒരുമിച്ചൊരു ഫ്രണ്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി കുറച്ചങ്ങനെ പേര് കൂടി കേട്ടോ നടക്കാനൊക്കെ പോവൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ കിച്ചണിൽ കുറച്ച് പണികളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീര പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇറങ്ങിയതാട്ടോ. ഇവിടെ ഞാനൊരു സാധാ ചീരയല്ല, ഒരു പൊന്നാങ്കണ്ണി ചീരയുടെ തന്നെ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള വേറൊരു ചീര കേട്ടോ. നല്ല ടേസ്റ്റാണ്. എനിക്ക് ആ ചീരൻ്റെ പേരങ്ങനെ അറിയില്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇങ്ങനെ നല്ലൊരു മഴയായിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നമുക്ക് മനസ്സിലാവുള്ളൂ, കാരണം നമ്മൾ സാധാ ചീര പോലെ ഒന്നുമല്ല, ഒന്ന് കഴിച്ച് നോക്കുമ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയുള്ളൂ. ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ഇക്കാൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ എനിക്ക് തന്നതായിരുന്നു. അവർ തൃശ്ശൂർ ഭാഗത്തു നിന്നായിരുന്നു കേട്ടോ വന്നിരുന്നത്. അപ്പോൾ അവർ തന്നതായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ അതെന്ത് ചെയ്തു, 2-3-4 കവറിൽ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. കോഴികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കോഴികൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ മുഴുവൻ തിന്നും. എന്നാലും ഞാൻ ഒരു പറ്റാവുന്ന സ്ഥലത്ത് മതിലിൻ്റെ മുകളിലൊക്കെ ചാക്കുകളിലൊക്കെ മണ്ണ് നിറച്ച് വെച്ചിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു വെജിറ്റബിളിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ്, അത് മാത്രം ഉണ്ടാക്കാൻ അത്രയും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഉണ്ടാക്കണതിൻ്റെ കൂട്ടത്തിൽ ഇത് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കും. അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ അങ്ങനെ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ചീര ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ഒരു വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ ഞാൻ ചീര ഇതിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിന് നല്ല സ്പേസ് വേണ്ടതുകൊണ്ട് തന്നെ വെർട്ടിക്കൽ ഗാർഡനിലൊന്നും അങ്ങനെ തിങ്ങി ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞാനിതാ അതിൽ ചിരങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ഈ ചീര ഇട്ട് കൊടുക്കാമെന്നിട്ട് വിചാരിക്കുന്നത്. അതിങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ഞാൻ ഈ ചീര ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ആ ചിരങ്ങ നമുക്ക് കഴിക്കാൻ തോന്നും, അത്രയും നല്ലൊരു സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റാട്ടോ ഇതിൽ നമ്മൾ തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്താലും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അടുപ്പത്ത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോൾക്ക് വെണ്ടയ്ക്ക സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറ്റക്ക് വെണ്ടയ്ക്കയും വേണം. അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഇടയിൽ തന്നെ കട്ട് ചെയ്യുന്നുണ്ട്, പൊരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവൾക്ക് അങ്ങനെ കൂടുതലും ഇങ്ങനെ ഫ്രൈ ചെയ്തതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ കൂടുതലും അങ്ങനെ ഫ്രൈ ചെയ്യാതെ ഇങ്ങനെ താളിപ്പായിട്ട് തന്നെ ആട്ടോ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു വെജിറ്റബിളിൻ്റെ ആ ഒരു ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടൂല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പം അതും അടുപ്പിൽ അവിടെ റെഡി ആവുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ കുറച്ചും കൂടി രാവിലെ ഇങ്ങനെ ഒരു ഫുഡ് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര തിരക്ക് പിടിച്ച പണികളായിരിക്കും. അപ്പോൾ ഞാൻ രാവിലെ അപ്പത്തേക്കുള്ള ഒരു കറി വേണേനും എന്നാൽ ഉച്ചയ്ക്ക് അവർക്ക് കൊണ്ടുപോകാനും വേണം. അപ്പോൾ രണ്ടിനും കൂടി ആയിട്ട് മീൻ ഞാനിങ്ങനെ വലയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മീൻ കറി വെക്കാതെ ഇങ്ങനെ എന്ത് ചെയ്യും, മീൻ നല്ലോണം മുറിച്ചെടുത്തതിന് ശേഷം ഇപ്പം നമ്മൾ ഫ്രൈ ആയിട്ട് എടുക്കൽ കൂടുതലും കുറവായിരിക്കും. നമ്മൾ ടൈമില്ലെങ്കിൽ മാത്രം, ഇപ്പോൾ എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ മാത്രം കേട്ടോ അങ്ങനെ ഫ്രൈ ആക്കൽ. കൂടുതലും ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മീൻ ആരും അത്ര കഴിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ മസാല പോലെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ തക്കാളിയും പച്ചമുളക് അങ്ങനെ ജീരകം അതൊക്കെ കൂടി ഇട്ട് കുറച്ച് വേപ്പില അങ്ങ് കൂടി ഇട്ടിട്ട് ഇങ്ങനെ മിക്സിയിൽ അരച്ചെടുക്കും. എന്നിട്ട് അത് മീനിലേക്ക് പാർന്നിട്ടുണ്ടെങ്കിൽ ഒരു കറിയുടെ ആ ഒരു ഗ്രേവി കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റും ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അടുപ്പത്ത് അതും ഉണ്ടാക്കുകയാണ്. എന്തായാലും അടുപ്പ് രാവിലെ കത്തിച്ചാൽ അതിങ്ങനെ ഒഴിഞ്ഞ് കിടക്കുമായിരിക്കും. ചോറൊക്കെ ആയിക്കഴിഞ്ഞാൽ ചോറും അപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ മീനുമാണ് ഉണ്ടാക്കാറാണ് കേട്ടോ സാധാരണ ചെയ്യൽ. ഗ്യാസിലും വെക്കാറുണ്ട്, നമുക്ക് ടൈമില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തിരക്കാണെന്നുണ്ടെങ്കിൽ അടുപ്പ് കത്തിക്കാനിട്ടില്ല, അടുപ്പിൽ എന്തെങ്കിലും ചോറൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗ്യാസിൽ വെക്കുകയുള്ളൂ. അപ്പോൾ ആ അടുക്കിച്ചെടുത്ത എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ തന്നെ പിന്നെ ഭയങ്കര ആശ്വാസമാണ് കേട്ടോ. കിച്ചണിലത്തെ ആ ഒരു എല്ലാ വർക്കും കഴിഞ്ഞ് ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനും കൂടിയുള്ളൂ. അപ്പോൾ ഞാൻ നല്ലോണം വെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുറ്റത്തേക്കൊക്കെ ഇറങ്ങാനും പിന്നെ ഒരു മടിയായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികളുണ്ടാവുമല്ലോ കൂടെ.
അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആദ്യം മുറ്റം ഒന്ന് ക്ലീൻ ചെയ്യൽ അധികം ഇല്ല, നമുക്ക് കുറഞ്ഞ മുറ്റമായതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് മുറ്റം ഉണ്ടാവുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് മുറ്റം മതിയെന്ന്, പക്ഷെ കുറഞ്ഞ മുറ്റം ഉണ്ടാവുമ്പോൾ നമുക്ക് പിന്നെ തോന്നും കുറച്ച് മുറ്റം ഉണ്ടായിരുന്നെങ്കിൽ കുറേ ചെടി വെക്കായിരുന്നു, മരം വെക്കായിരുന്നു എന്നൊക്കെ തോന്നും. പക്ഷേ എനിക്ക് തോന്നുന്നത് മുറ്റം ഉണ്ടാവുമ്പോൾ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കാനും എപ്പോഴും പുല്ല് പറിച്ചെടുക്കാനും ക്ലീനായിട്ട് കൊണ്ടെടുക്കാൻ ശരിക്കും ഒരുപാട് മുറ്റമുള്ളവർക്കാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയട്ടെ. അപ്പോൾ അങ്ങനെ മുറ്റമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് മുറ്റുണ്ടാവും, പക്ഷെ അത് അവർക്ക് തന്നെ ആയിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടും. പുല്ലൊക്കെ വന്ന് അത് എന്നും രാവിലെ അടിച്ചുണ്ടാക്കാനുമൊക്കെ നല്ല ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. നമുക്കിവിടെ കുറച്ച് മുറ്റുണ്ടായപ്പോൾ കുറേ ഉണ്ടാവാനായിട്ടോ ആഗ്രഹം, മനുഷ്യന്മാരല്ലേ, സ്വാഭാവികം. അപ്പോൾ അതൊക്കെ മുറ്റൊക്കെ ഒന്ന് അടിച്ച് പെട്ടെന്ന് കഴിയൂട്ടോ. മുറ്റത്ത് മിക്കവാറും ഞാൻ എന്ത് ചെയ്യും, അടിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞു പുല്ലുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അത് പറിച്ചിട്ടാണ് മാറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റി വെക്കേണ്ടി വരും. കുറഞ്ഞ സ്ഥലമല്ലേ ഉള്ളൂ, അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ എപ്പോഴും ചെയ്ത് വെക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ ചെറിയൊരു മീൻകുളം ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ മുഹമ്മദിൻ്റെ മീൻകുളമാണ്. അവന് മീൻകുളം വേണമെന്ന് പറഞ്ഞിട്ടാട്ടോ ഉണ്ടാക്കി കൊടുത്തത്. പക്ഷേ മീൻകുളത്തിൽ എന്നും തീറ്റൊക്കെ അവനിട്ട് കൊടുക്കും. എന്നാലും നമ്മുടെ ഒരു കണ്ണ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞു തവളകളൊക്കെ അതിൽ വരും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ മീനുകളൊക്കെ അവർ തന്നെ കൊന്നു തിന്നും. അപ്പോൾ ഞാൻ തവളൊക്കെ വന്നിക്കണോ വലയിട്ട് കൊടുത്തിരുന്നു കേട്ടോ അതിൻ്റെ മുകളിൽ. അപ്പോൾ വലയിട്ട് കൊടുത്തപ്പോൾ നമുക്ക് എന്നും ക്ലീൻ ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഈ ക്ലീൻ ചെയ്യുമ്പോൾ വല എടുത്ത് മാറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ വലൻ്റെ ഉള്ളിൽ കൂടിയാണെങ്കിലും തവള അതിൻ്റെ ഉള്ളിലെത്തും. അപ്പോൾ പിന്നെ ഞാൻ ആ വല എടുത്ത് മാറ്റി. ഇനി ഇതാ ഈ ഇവിടെ മുറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തുണ്ട് കേട്ടോ, റോഡിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗം എന്നൊന്നും അടിക്കാൻ പറ്റലില്ല. ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം 2 ദിവസമൊക്കെ ഒഴിവുണ്ടാകുമ്പോൾ ഈ ഒരു ഫ്രണ്ട് ഭാഗം മാത്രം അടിച്ചു വെക്കും. അല്ല ഇപ്പോൾ സൺഡേ ഒക്കെ നമുക്ക് കുറച്ച് കൂടുതൽ സമയം എല്ലാവരും വീട്ടിലുണ്ടായി നമുക്ക് ഒരുപാട് സമയം കിട്ടുമ്പോൾ ഞാൻ എല്ലാവരും ഒന്ന് അടിച്ചിട്ട് ആ ഒരു പോർഷൻ മൊത്തം അടിച്ചിട്ട് ഒന്ന് തീയിട്ട് ഇടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തോണ്ടി പോകുന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് ടൈമില്ല, കിച്ചണിൽ ഉഞ്ഞുണ്ട്, പാത്രങ്ങൾ കഴുകാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പണികൾ ടെൻഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ മുൻഭാഗം മാത്രം ഒന്ന് വാരിയിട്ട് വേഗം ഉള്ളിലേക്ക് പോവുകയാണ്. ഇതട്ടാ നമ്മുടെ മീൻകുളം, അത് ഞാൻ കാണിച്ചില്ലല്ലോ. ഇതാ മീൻകുളത്തിൽ ഞാനിങ്ങനെ ഒരു ചെടി ഇട്ടിട്ടുണ്ട്, ഒരു കുളവാഴ പോലൊരു നമ്മളിങ്ങനെ വാങ്ങിച്ചു തരുന്നു കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒറ്റൊന്നേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിച്ചതൊന്നുമല്ല. നമ്മൾ അറിയുന്ന ഒരാളെ നമ്മളിങ്ങനെ നഴ്സറിയിൽ പോയ സമയത്ത് ചെടികൾ അങ്ങനെ ഞാൻ അങ്ങോട്ട് ചെടികളൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ പോയൊരു സമയത്ത് അവർ തന്നതാണ് കേട്ടോ. അത് ഒറ്റൊന്നാണ് ഇട്ട് കൊടുത്തത്. പക്ഷേ ഇപ്പോൾ ആ ഒരു മീൻകുളം മൊത്തം കവറായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് വലിച്ചെറിയേണ്ട ഒരവസ്ഥ വന്നു കേട്ടോ. കൂടുതൽ അതിൽ വന്നു കഴിഞ്ഞാൽ മീനുകൾക്ക് ശ്വസിക്കാൻ പറ്റാഞ്ഞിട്ട് അങ്ങനെയൊക്കെ പ്രശ്നം വന്നിട്ട് മീനുകൾ ചത്തുപോകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് അതിൽ ഉള്ള നമ്മൾ പ്ലാന്റ്സ് എന്തെങ്കിലും മീൻകുളത്തിൽ ഇട്ടിക്കണമെങ്കിൽ അതൊക്കെ കുറച്ചെടുത്ത് ഒഴിവാക്കി കൊടുക്കണം. അവർക്ക് ശ്വസിക്കാനുള്ള ആ ഒരു ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മീനുകളൊക്കെ ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളെ കോഴികൾക്കൊക്കെ ആ ഒരു ഫുഡൊക്കെ ഒന്നുകൊണ്ട് കൊടുക്കട്ടെ. പാവങ്ങൾ രാവിലെ തുടങ്ങും, ഭയങ്കര കരച്ചിലായിരിക്കും. നമ്മൾ കിച്ചണിൽ വന്നിട്ട് ലൈറ്റ് ഇട്ടിട്ട് ആ ലൈറ്റിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ ആ വെളിച്ചം അതൊക്കെ കണ്ടാൽ തന്നെ നമ്മളെ സൗണ്ടൊക്കെ കേട്ടാൽ തന്നെ അവർ കൂകി വിളിക്കാൻ തുടങ്ങും. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഫുഡും അതിന് മുന്നേ രാവിലെ വന്നിട്ട് കുറച്ച് അരിയും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിതറി കൊടുത്തിട്ടാട്ടോ പോയിക്കണത്. അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല. നമ്മുടെ ഫുഡ് വേസ്റ്റ് നട്ട് കൊടുക്കാൻ പിന്നെ നമ്മളുടെ അടുക്കളയത്തെ ആ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ടാട്ടോ വരാറുള്ളത്. രാവിലെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ല അരിയോ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടില്ല എന്നെങ്കിൽ നമുക്ക് എന്തായാലും കിച്ചണിൽ നിൽക്കാൻ പറ്റില്ല. അത്രയും സൗണ്ടായിരിക്കും അവർ കൂകി വിളിച്ചിട്ട്. അപ്പോൾ ഞാനിതാ നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് ഉള്ളിലേക്ക് പോവുകയാണ്. ഉള്ളിലേക്ക് അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ തന്നെ ഈ കോഴിക്കുട്ടികളെല്ലാം കൂടി ആ ഡോറിലായിരിക്കും വന്ന് നിൽക്കുക. അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ കോഴിക്കൂടിൻ്റെ അപ്പുറത്ത് മറ്റൊരു ചുമരിലായിട്ട് ചെറിയൊരു വിൻഡോ പോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഗ്രില്ലുകൊണ്ട് തന്നെ കേട്ടോ. ഒരു പഴയ ഗ്രില്ലുകൊണ്ട് തന്നെ വെച്ചതായിരുന്നു. അപ്പോൾ അതിലൂടെ ഞാൻ എന്ത് ചെയ്യും, ആദ്യം കുറച്ച് അരിയോ എന്തെങ്കിലും ഒരു ഫുഡ് ഇട്ട് കൊടുക്കും. അപ്പോൾ എല്ലാ കോഴിക്കുട്ടികളും കൂടി ആ ഡോറിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ വേഗം നമ്മുടെ മെയിൻ ഡോറ് വേഗം തുറന്നിട്ട് ഫുഡ് അതിലേക്ക് കയറിയിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യട്ടോ. വേണമെങ്കിൽ നമുക്ക് ആ ഡോറിൻ്റെ ഉള്ളിൽ കൂടിയും ഫുഡ് ഇട്ട് കൊടുക്കുക, ഒരു പാത്രം വെച്ചിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം അങ്ങനത്തെ ഒന്ന് മാറ്റാനും മുട്ട ഉണ്ടാകാൻ നോക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യും, അവിടെ ഫുഡ് ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ ഈ ഡോറ് തുറന്നിട്ട് നമ്മുടെ മെയിൻ വേസ്റ്റുകളൊക്കെ ഇട്ട് കൊടുക്കാൻ കയറൽ. അപ്പോൾ നമ്മുടെ പഴയ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഒഴിവാക്കുകയും ചെയ്യാം.
ഇതാ നമ്മുടെ കോഴിക്കുട്ടികൾ ഇപ്പോൾ പുതിയത് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് തള്ളക്കോഴിക്ക് മുട്ട വെച്ചിട്ടാട്ടോ വിരിഞ്ഞത്. ഒരു കോഴിക്ക് ഒരു 10, 11, 13 അങ്ങനെയൊക്കെ മുട്ടയാട്ടോ വെച്ച് കൊടുക്കുക. ഈ പ്രാവശ്യം വെച്ച മുട്ടകൾ മുഴുവനും വിരിഞ്ഞു, അൽഹംദുലില്ലാ. മറ്റേത് 2, 3 മുട്ട ചിലപ്പം കേടുവന്ന് പോവാറുണ്ട്. ഈ പ്രാവശ്യം ഒക്കെ വിരിഞ്ഞിട്ട് ഒരു തള്ളക്കോഴിക്ക് എന്ത് ചെയ്തു, മൊത്തം കുട്ടികളാക്കിയിട്ട് ആ ഒരു തള്ളക്കോഴിനെ മറ്റേ കൂട്ടിൽ തന്നെ ഇട്ട് കൊടുത്തു. ഇനി ഈ ഒരു തള്ളക്കോഴിയാട്ടോ ഈ കുട്ടികളെ നോക്കുന്നത്. അപ്പോൾ ഞാൻ അവർക്ക് സ്റ്റാർട്ടറൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അവർക്ക് ഞാൻ വെള്ളം കൂടി ഒന്ന് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. വെള്ളം എന്നും മാറ്റി കൊടുക്കൂട്ടാ. അപ്പോൾ വെള്ളം മാറ്റുന്ന സമയത്ത് അവർ കുട്ടികൾ ഇങ്ങനെ ചാടാൻ നോക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ആ വെള്ളത്തിൽ ഞാൻ അവിടെ തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ചെറിയൊരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടി കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് മഞ്ഞൾപ്പൊടിയൊക്കെ എടുക്കാൻ നമുക്ക് മടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നാളെ കൊടുക്കാം, മറ്റന്നാൾ കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കളിക്കുക വെള്ളം ഇനി പിന്നെ കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി വയ്ക്കും. ഇങ്ങനെ ഒരു കുഞ്ഞ പാത്രത്തിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മുടെ കൂടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു മടി വരില്ല. പിന്നെ എടുക്കാൻ പോകുമൊന്നും വേണ്ടല്ലോ. ജസ്റ്റ് നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൽ ഒരു പിഞ്ചിട്ടാൽ മതി, ഒരുപാടൊന്നും വേണ്ട. ഓവർ അതിൻ്റെ സ്മെല്ല് വന്നാൽ ചിലപ്പോൾ നിങ്ങൾ കുടിക്കണം എന്നില്ല. അപ്പോൾ ഒരു പിഞ്ച് എന്നും എന്ത് ചെയ്യും, ആ വെള്ളത്തിൽ ഇട്ടുങ്ങാണ്ട് കലക്കിങ്ങാണ്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരില്ല. അസുഖം വരില്ല എന്നല്ല, പെട്ടെന്ന് അവർക്ക് അസുഖങ്ങൾ വന്ന് ചത്തുപോവുക അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ആദ്യം തന്നെ അവരെ ഇങ്ങനെ കെയർ ചെയ്ത് തുടങ്ങണം. അല്ലാതെ അസുഖം വന്നിട്ട് നമ്മൾ കെയർ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത്, അത് നമ്മുടെ കേസിലാണെങ്കിലും കോഴികളുടെ കേസിലാണെങ്കിലും ഏത് ജീവികളുടെ ആയാലും, ഇനി മരങ്ങളായാലും ചെടികളായാലും ഒക്കെ അങ്ങനെ തന്നെ. എന്തെങ്കിലും അസുഖം വന്നിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണേലും നല്ലത് വരുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇനി വരാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യുക അതൊക്കെ ചെയ്തു നോക്കുക. ഞാനിവിടെ ഒരു വീട്ടിലത്തെ വേസ്റ്റ് കോഴികൾക്ക് കൊടുക്കും. എന്നാൽ പോലും കോഴികൾക്ക് കൊടുക്കാൻ പറ്റാത്ത വേസ്റ്റുകളുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ തോലുകൾ, അതേപോലെ ഉള്ളിത്തോല്, അപ്പോൾ ചായച്ചണ്ടി, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറമ്പിലോട്ട് എറിഞ്ഞാൽ പറമ്പിൽ അവിടെ നാകെ ചീഞ്ഞ മണം അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെന്തായാലും കോഴികൾ കഴിക്കില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് തന്നെ കിട്ടിയതിരുന്ന് ഇങ്ങനെ നമ്മൾ 250 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബോക്സ് കിട്ടും. അപ്പോൾ അതിൽ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഒക്കെ വേസ്റ്റുകൾ ഇട്ട് കൊടുക്കും. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു പച്ചില നമ്മൾ എപ്പോഴെങ്കിലും എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു പച്ച ഇലകൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, അതൊക്കെ ചീഞ്ഞ് വളമാവുകയും ചെയ്യും. പിന്നെ നമുക്ക് മണ്ണീരൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനൊന്നും ആവശ്യം വരില്ല. ഈച്ചകൾ വന്നിട്ട് അതിൽ നമ്മൾ മുകളിലുള്ള ആ ഒരു അതിൻ്റെ മൂടിയിൽ ചെറിയ ഹോൾസുകൾ ഉണ്ടാവും. അതിലൂടെ ഈച്ചകൾ കയറിയിട്ട് അവർ മുട്ടയിട്ടിട്ട് ലാർവകൾ ഉണ്ടാക്കും. ഈ ലാർവകൾ നമുക്ക് കോഴികൾക്കൊക്കെ കൊടുക്കാം. കല്ലിൻ്റെ അവിടെയൊക്കെ വെയിൽ വരുന്നതിൻ്റെ മുന്നേ ഞാൻ വേഗം അലക്കലാണ്ട് കഴിച്ചു. കാരണം അവർ അവിടെ നല്ല വെയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ, കുട്ടികളും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അലക്കാൻ പിന്നെ നമുക്കൊരു പേടിയാണ്. അവിടെ കുട്ടികൾക്ക് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നീരിറക്കം അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പിന്നെ അസുഖമൊക്കെ വരും. അത് വിചാരിച്ചിട്ട് വേഗം ഒന്നവിടെ അലക്കിയിട്ടു. ഇനി മെയിനായിട്ടുള്ളൊരു പണി നമ്മുടെ കിച്ചണിൽ ആ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ട്. അതവിടെ വിട്ടിട്ടായിരുന്നു ഞാൻ ഈ പുറത്തത്തെ ഈ പണികൾക്കൊക്കെ വന്നിരുന്നത്. കാരണം വെയിൽ വരുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ ഒരു പണികൾക്ക് പോയത്. ഇതാവുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ളതല്ലേ, അപ്പോൾ അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാമല്ലോ. എന്നാലും ഞാൻ എന്ത് ചെയ്യും, നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് പറ്റുന്ന അത്രയും പാത്രങ്ങൾ വേഗം കഴുകി വെക്കാറുണ്ട്. പിന്നെ ലാസ്റ്റത്തെ കുറച്ച് പാത്രങ്ങൾ മാത്രമാണ് അവിടെ ബാലൻസ് വെക്കാറുള്ളത്. പറ്റുകയാണെങ്കിൽ അതും കഴുകിയിട്ടാണ് ഇങ്ങനത്തെ പണികൾക്കൊക്കെ പോവാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് വൈകിയതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, വെയിൽ വരുന്നതിൻ്റെ മുന്നേ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടി പോയതിരുന്നു. പിന്നെ വേഗം വന്നിട്ട് സ്പീഡിൽ തന്നെ പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെച്ചാൽ തന്നെ നമ്മുടെ ഭയങ്കര ഒരു ആശ്വാസമാണ്. കിച്ചണത്തെ എല്ലാ പണികളും കഴിഞ്ഞു. ആ തിണ്ടുകളൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ കിച്ചണിലെ എല്ലാ പണിയും കഴിഞ്ഞു. പിന്നെ നമുക്ക് നിലം തുടക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ തുടക്കുന്ന സമയത്ത് തന്നെ, അകം തുടക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് പിന്നെ ഭയങ്കര ആശ്വാസമാണ്. കാരണം വേറെ തിണ്ടുകൾ അങ്ങനെ ഒന്നും നമ്മൾ പണിൻ്റെ ഇടയിൽ പിന്നെ അതിനൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. നിലം അങ്ങനെ തുടച്ചങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ആ പാത്രങ്ങളൊക്കെ കണ്ട് കഴുകി അടുത്ത തിണ്ടുകളൊക്കെ നല്ലോണം തുടച്ചെടുത്തു. ഇനിയിപ്പോൾ നിലം ഒന്ന് വൃത്തിയാക്കുന്നതിൻ്റെ മുന്നേ ഉള്ള അടുത്തൊരു പരിപാടി, നാളേക്കുള്ള വിറകുകളൊക്കെ കുറച്ച് കഴിഞ്ഞിരുന്നു. ഒരാഴ്ചയ്ക്കുള്ള വിറകാട്ടോ നമ്മൾ കൊടുത്തിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ കുറച്ച് കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഈ വിറകൊക്കെ കൊടുന്നിടുമ്പോൾ നിലത്തൊക്കെ പിന്നെയും മണ്ണും അങ്ങനെ എന്തെങ്കിലും പൊടിയൊക്കെ ആവുമല്ലോ.
അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, വൃത്തിയാക്കുന്നതിൻ്റെ മുന്നേ, നിലം തുടക്കുന്നതിൻ്റെ മുന്നേ എന്ത് ചെയ്യും, ഉള്ളിലേക്കുള്ള വിറകുകളൊക്കെ കൊടുന്ന് വെക്കും. അപ്പോൾ അതൊക്കെ കൊടുന്ന് വെച്ചു. ഇത് ഞാനിതാ മുളകിൻ്റെ തൈകൾ ഞാൻ വെച്ചതായിരുന്നു. ഇങ്ങനെ ഞാൻ മുളകിൻ്റെ തൈകൾ വെക്കുന്ന ഒരു വീഡിയോ ഇനി ചെയ്യുന്നുണ്ട്. ചിലർക്ക് ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലുണ്ട്. കാരണം ഓരോരുത്തരും കൃഷിയുടേത് ചെയ്യുമ്പോൾ നമ്മളോട് ഇങ്ങനെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സമാധാനമാണ്. നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നമ്മുടെ വീട്ടു ജോലികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരാളെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് നന്നായി എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് തന്നെ അറിയാം, ഭയങ്കര ആശ്വാസമാണ്. നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നമ്മളെ വീട്ടിൽ തന്നെ കൊണ്ടുവരുന്ന മുളകുകളുണ്ടല്ലോ, അതിൽ തന്നെ കുറച്ച് നല്ലോണം മൂത്ത മുളകുകൾ ഉണ്ടായിരിക്കും, കുറച്ചൊരു റെഡ് കളറൊക്കെ വന്നത്. ആ ഒരു മുളക് തന്നെയാണ് കേട്ടോ നമ്മൾ വിത്തായിട്ട് ഉപയോഗിക്കണം. അല്ലാതെ പുറത്തുനിന്ന് മുളക് തൈകൾ വാങ്ങിച്ചിട്ടോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷേ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയുള്ള നല്ല മുളക് തൈകൾ തന്നെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ്. നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന ആ മുളകിൽ തന്നെ ഞാൻ എന്ത് ചെയ്യും, അതൊന്ന് ഉണക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിലത്ത് എവിടെയെങ്കിലും വെച്ചിട്ടൊന്ന് ഉണക്കും. എന്നിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ, ആദ്യം നിലത്തല്ല കേട്ടോ വിത്ത് പാകുന്നത്. വിത്ത് അങ്ങനെ നമ്മൾ നിലത്ത് പാകി കഴിഞ്ഞാലും ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഇവിടെ കോഴികൾ ഉള്ളതുകൊണ്ട് നമ്മൾ ആ കുഞ്ഞു തൈകൾ വരുന്ന സമയത്ത് തന്നെ കോഴികൾ അതൊക്കെ കൊത്തി തിന്നും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു പാത്രത്തിൽ ഒരു കുറച്ച് വലുപ്പമുള്ള ഒരു തൊട്ടിപ്പാത്രം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രങ്ങളിൽ, പൊട്ടിയ പാത്രങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഒരുപാട് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു പാത്രത്തിൽ കുറച്ച് മണ്ണെടുത്തിട്ട് ഈ മുളക് ഒന്ന് പൊട്ടിച്ച് എല്ലായിടത്തും ഒന്ന് ഇട്ടിട്ട് കുറച്ച് മുകളിൽ എന്തെങ്കിലും മണ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും വളം എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കും. ഇനി വളം ഇട്ടില്ല എന്നും പ്രശ്നമില്ല, തൈകളൊക്കെ ഒന്ന് മാറ്റി വെക്കുന്ന സമയത്ത് വളം ഇട്ടാലും മതി. ഞങ്ങളിവിടുത്തെ മണ്ണിൽ എന്തായാലും നല്ല വളമുള്ള മണ്ണ് തന്നെ ആയിരിക്കും. കാരണം കോഴികളും അങ്ങനെ അവരൊക്കെ വേസ്റ്റുകളൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ നമ്മളാണെങ്കിലും വേറെ എക്സ്ട്രാ വളങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേറെ ചെടികൾക്കാണെങ്കിലും. അപ്പോൾ ആ മണ്ണൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്തുണ്ടാക്കിയാലും പെട്ടെന്ന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ പരിപാടികൾ, പുറത്തത്തെ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഇതാ ഇവർ രണ്ടുപേർക്കൊന്ന് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊന്ന് തുടച്ചെടുക്കാൻ മാത്രമേ നമുക്ക് പണിയുള്ളൂ. അപ്പോൾ ഇവരെ ഫുഡൊന്ന് കൊടുത്ത് തീർക്കട്ടെ. ഇപ്പോൾ രാവിലത്തെ അപ്പം കൊടുക്കുകയല്ല, അപ്പോൾ രാവിലെ ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരു അപ്പം കൊടുത്തിരുന്നു. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഞാൻ അവർക്ക് കൊടുക്കാൻ തുടങ്ങും. കാരണം രാത്രി ഫുഡ് കഴിച്ചിട്ട് പിന്നെ അവർ ഒരുപാട് സമയം വിശന്നിരിക്കുന്നതല്ലേ, അപ്പോൾ ഗ്യാസൊക്കെ വരും, കുട്ടികൾക്ക് പിന്നെ അസുഖമൊക്കെ വരും. നമ്മളിങ്ങനെ ഒരുപാട് സമയം രാവിലെ ഒരു 9 മണി 10 മണി അത്രയൊന്നും കുട്ടികൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. രാവിലെ നമ്മൾ എണീറ്റ് വന്നു കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്നത് എന്താണോ അത് അപ്പം തന്നെ കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ഇങ്ങനെ കൊടുക്കും കേട്ടോ. കാരണം അവർ എന്തായാലും നമ്മളെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെ ആയിരിക്കും ആ ഒരു സമയത്തൊക്കെ കിച്ചണിൽ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒരു കറി കൂട്ടിയിട്ട് ആ സമയത്ത് തന്നെ ഇങ്ങനെ കൊടുക്കും. 1-2 ദോശ 2 പേർക്കും ഇങ്ങനെ കൊടുക്കും. പിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കും. ഇതിപ്പോൾ ഞാൻ രാവിലത്തെ അപ്പമല്ല കൊടുക്കുന്നത്, അത് ഇതിന് മുന്നേ ഞാൻ കൊടുത്തിരുന്നു. ഇത് ഞാനിപ്പോൾ അവർ കഞ്ഞിയാണ് കേട്ടോ. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഒരു കഞ്ഞി, അതിലേക്ക് എന്തെങ്കിലും ഒരു ഉപ്പേരി അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് ഒരു കഞ്ഞി കൊടുക്കും. അപ്പോൾ ഇന്ന് കഞ്ഞി വേണ്ട, എനിക്ക് ചോറ് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കഞ്ഞി തന്നെ കൂറ്റിക്കാണ്ട് കഞ്ഞി ആക്കി വെച്ചിരുന്നു. അപ്പോൾ പിന്നെ അവർ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ആ കഞ്ഞി തന്നെ കൂറ്റിക്കാണ്ട് ഞാൻ അതിൽ ഉപ്പേരിയും മീനൊക്കെ ഇട്ടുകാണ്ട് അതൊന്ന് കൊടുക്കുക ചെയ്യുന്നത്. ഒരു ദിവസത്തെ ഏറ്റവും പണിയുള്ളൊരു കാര്യം ഇവർക്ക് ഭക്ഷണം കൊടുക്കലായിരിക്കും. കാരണം ഒരാൾ കൊടുക്കുമ്പോൾ അപ്പോൾ അടുത്ത ആൾക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കും, അവനക്കാണ് കൂടുതൽ കൊടുത്തത്, എനിക്ക് ആദ്യം തന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കലൊക്കെ കഴിഞ്ഞു. പകുതി സമാധാനമായി. ഇനിയുള്ള അടുത്തത് നമ്മുടെ ഒരു ക്ലീനിങ് ആണ്. ഉള്ളൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് എൻ്റെ വീട്ടിലൊന്ന് പോകണം. എൻ്റെ വീട്ടിൽ ഇന്ന് ചെറിയൊരു പരിപാടി കേട്ടോ, വലിയതായിട്ടൊന്നുമല്ല. രാത്രി നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് അൽഫാമൊക്കെ ഉണ്ടാക്കാം. ചിക്കൻ ചുടാമെന്ന് പറഞ്ഞിട്ട് ഈ അനിയൻ വിളിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടിയിട്ട് ചിക്കനൊക്കെ ചുട്ട് കുട്ടികളെല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടാമെന്ന് വിചാരിച്ചിട്ട് അതിനൊന്ന് പോവുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളത്തെ കിച്ചണത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഒരു ടെൻഷൻ തന്നെ ഇല്ല കേട്ടോ. എന്നും കൂടുതലും നമ്മുടെ ഡേയ്സ് ഇങ്ങനെ ആയിരിക്കും. കിച്ചണത്തെ പരിപാടിയാണ് ആദ്യം കഴിച്ചു വെക്കുന്നത്. കിച്ചണിലെ വർക്കുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പകുതി ടെൻഷൻ തീർന്നു. പിന്നെ നമ്മൾ ഈ ഒരു ക്ലീനിങ് ഒന്നും ഇനി ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ടെൻഷൻ ഇല്ല. കാരണം എന്നും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ വീടിൻ്റെ ഉള്ളിൽ അത്രയ്ക്ക് പൊടിയും അങ്ങനെ ചളിയൊന്നും ഉണ്ടാവില്ല. ഇവരെന്തെങ്കിലുമൊക്കെ പരത്തിയത് അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്, നമ്മൾ വീട്ടിൽ
എപ്പോഴും ഓരോ സാധനങ്ങൾ പരന്ന് കിടക്കുമ്പോൾ തന്നെ നമ്മളെ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിയുമ്പോൾ നമ്മൾ വീടൊരു ക്ലീൻ അല്ലാത്തൊരു പോലെ തോന്നും. കാണുന്നവർക്ക് തന്നെ തോന്നും വീടൊരു എല്ലാം വലിച്ചു വാരിയിട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വീട് എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, എന്തൊക്കെയാണോ സാധനങ്ങൾ പരന്ന് കിടക്കുന്നത് ആ സാധനങ്ങൾ നമ്മൾ ആദ്യം തന്നെ, നമ്മളിപ്പോൾ അടിച്ചു വാരാൻ നിൽക്കുകയാണെങ്കിൽ പോലും ആ പരന്ന് കിടക്കുന്ന സാധനങ്ങളെല്ലാം അതിൻ്റെ സ്ഥാനത്ത് എല്ലായിടത്തും കൊണ്ടുപോയി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് ഇടാനായിട്ടൊരു വേസ്റ്റ് ഒരു പാത്രം അവിടെ എവിടെയെങ്കിലും ഒരു മൂലയിൽ വെക്കുകയാണെങ്കിൽ കുട്ടികളോട് തന്നെ പറയുക, നമ്മളവിടെ കളിക്കുന്ന സാധനമാണെങ്കിൽ പോലും അതിലിട്ട് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുകയാണെങ്കിൽ വീട് കാണുന്നവർക്ക് പോലും, വീട് കാണുന്നതിനപ്പുറം നമുക്ക് നമ്മുടെ വീട് കാണുമ്പോൾ തന്നെ എപ്പോഴും ഒരു ക്ലീൻ ആയിട്ടിരിക്കുന്ന പോലെ തോന്നും. അല്ലാതെ നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടും നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാം പരന്ന് കിടക്കുമ്പോൾ വീട് കാണുമ്പോൾ തന്നെ ഒരു ക്ലീൻനെസ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എണീറ്റ് വരുന്ന സമയത്ത് തന്നെ ആ ഒരു ബെഡാണെങ്കിലും അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക, അതൊക്കെ ഒന്ന് ചുളിഞ്ഞതൊക്കെ ഒന്ന് മാറ്റി അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടുക. തലയണകളും പുതപ്പും അതൊക്കെ ഒന്ന് മടക്കി വെക്കുക. അപ്പം നമ്മൾ അടിച്ചു വാരി ഇട്ടാൽ തന്നെ വീട് ക്ലീനായി. പിന്നെ തുടക്കണം എന്നൊന്നുമില്ല. തുടക്കലൊക്കെ നമുക്ക് ഫ്രീ കിട്ടുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എന്നും ചെയ്താൽ മാത്രം മതി. എന്നും എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിടുന്നത് ശ്രദ്ധിക്കുക മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ ഒരുവിധം മടക്കിപ്പെറുക്കി വെക്കലും അങ്ങനെ സാധനങ്ങൾ എല്ലായിടത്തും വെച്ചു, എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരി ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ കുറച്ച് നിസ്കാരപ്പായകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മടക്കിയിട്ട് അതിനായിട്ട് ഞാൻ ഒരു ഭാഗം വെച്ചിട്ടുണ്ട്, അവിടെ തന്നെ കൊണ്ടുപോയിട്ട് വെക്കും. അങ്ങനെ ഇനിയൊരു സെൽഫിലൊന്നും അല്ലാത്തവർ ഒരു പാത്രം വെച്ച് കഴിഞ്ഞാലും മതി, ഒരു കൊട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മൂലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എല്ലാവരും നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാത്രം ആ ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് വെക്കാൻ പറയുക. അല്ലെങ്കിൽ കൊട്ടകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് മടക്കിയിട്ട് എല്ലാവരും വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ പണി നമുക്ക് ഈസി ആവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് കാണുമ്പോൾ ഒരു വൃത്തിയിൽ കിടക്കുന്നതും കാണും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി ഈ ടേബിളും അങ്ങനെ നമ്മൾ തുടക്കുന്ന സമയത്ത് നമുക്ക് നില ഇങ്ങനെ തുടച്ചു പോയാൽ മതിയല്ലോ. അല്ലാതെ ഇങ്ങനെ തുടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ തുടക്കേണ്ടി വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം ടേബിള് അല്ലെങ്കിൽ തിണ്ടുകളൊക്കെ തുടക്കുമ്പോൾ നമുക്ക് പണി ഇങ്ങനെ കൂടുതലായിട്ട് തോന്നും. ഈസി ആയിട്ടാണ് ചെയ്തു പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യും, ഈ ടേബിള്, സിറ്റ് ഔട്ടത്തെ തിണ്ടുകൾ, അതേപോലെ ജനവാതിലിൻ്റെ അവിടെയൊക്കെ എന്തെങ്കിലും പൊടികൾ അങ്ങനെ കുട്ടികളൊക്കെ എന്തെങ്കിലും ആക്കിയതുണ്ടെങ്കിൽ അതൊക്കെ തുടച്ചിട്ട് ആദ്യം അങ്ങനെ പോകും. അതാവുമ്പോൾ പിന്നെ നമുക്ക് നിലം പെട്ടെന്ന് തുടച്ചിട്ട് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് നിലം തുടച്ച് അങ്ങോട്ട് പോവാം. കാരണം മറ്റുള്ള സാധനങ്ങൾ വാരിയിട്ടതും അങ്ങനെ കുട്ടികൾ പരത്തിയതും അതൊക്കെ നമ്മൾ ഓൾറെഡി ഓരോ സ്ഥലങ്ങൾക്ക് എടുത്തു വെച്ച് കഴിഞ്ഞു. ഇനി ഒക്കെ കഴിഞ്ഞ് ഇനി അവിടെയൊക്കെ ഒന്ന് പെട്ടെന്ന് മോപ്പ് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ തുടക്കുന്ന സമയത്ത് ഇവരിങ്ങനെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നനവുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ വീഴുമെന്നുള്ളൊരു പേടിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അവർ ഉറങ്ങുന്ന സമയത്തായിരിക്കും ചില ദിവസങ്ങളിൽ തുടക്കാൻ നിൽക്കൽ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും, അവർ ആ വെള്ളത്തിൽ വഴുക്കി വീണിട്ട് എവിടെയെങ്കിലുമൊക്കെ തലയടിച്ച് വീഴും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്തായാലും അവൻ്റെ കൂടെ തന്നെ നമ്മളും കളിക്കുന്നുണ്ട്, സൈക്കിളൊക്കെ ചവിട്ടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനെ സൈക്കിളിൽ ഇരുത്തി കൊടുത്തിട്ട് പിന്നെ ഞാൻ ബാക്കിയും കൂടി വേഗം ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇന്നത്തെ പരിപാടികളൊക്കെ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് പോവുകയാണ്. അവിടെ ചെറിയൊരു അൽഫാമിൻ്റെയും അങ്ങനെ ചുട്ടെടുക്കുന്നൊക്കെ ഒരു പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. നല്ല വില കുറവിൽ വാങ്ങിച്ചിട്ടുള്ളതാണ്. 350 രൂപയാണ് കേട്ടോ ഈ ഒരു ടോപ്പിന് വരുന്നത്. എനിക്കിതിൻ്റെ ഈ കയ്യിലുള്ള ആ ഒരു വർക്കൊക്കെ നല്ല ഇഷ്ടമായി. അതേപോലെ തന്നെ നെക്കിലും ഇപ്പോഴത്തെ ഒരു മോഡലിലുള്ള നല്ലൊരു ഡിസൈനാണ് കേട്ടോ വരുന്നത്. ഇത് ഞാനിപ്പോൾ ഒരുപാട് പ്രാവശ്യം അലക്കി, ഒരു കംപ്ലൈൻറ്റും ഇല്ല. നല്ല ക്ലോത്തുമാണ്, നല്ലൊരു കോട്ടൺ മിക്സ്ഡ് ആണേനും. ആദമൊക്കെ ബെഡിൽ ഇരുന്നിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഒക്കെ ഡ്രസ്സുകളൊക്കെ ഒന്ന് വെക്കാനും ബാഗൊക്കെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവനിതവിടെ ഇരുത്തിയിട്ടുണ്ട്. മുഹമ്മദൊക്കെ അവിടെ ഫ്രണ്ടിൽ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. ആങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ട്, അവരുടെ കൂടെ ഒക്കെ അവിടെ കളിക്കുന്നുണ്ട്. ഇനി ചെറിയൊരു പണി ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഇവിടെ അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതപ്പൊടി കൊടുത്തിരുന്നു. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ മുഹമ്മദിനൊക്കെ ഈ അമൃതപ്പൊടി വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്താൽ ഇവർക്ക് നല്ല ഇഷ്ടമാട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. മുഹമ്മദൊക്കെ അംഗനവാടിയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ 1, 2, 3 ഒക്കെ ചിലപ്പം കഴിക്കും, ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഹെൽത്തിന് ഏറ്റവും നല്ലതുമാണ് അമൃതപ്പൊടി കൊണ്ട്. നമ്മൾ എന്തായാലും അമൃതപ്പൊടി ഇപ്പോൾ കലക്കി കൊടുത്താൽ അല്ലെങ്കിൽ പായസം വെച്ചാലൊന്നും
ഒന്നും ഇവർക്ക് വലിയ ഇഷ്ടമല്ല. ഇങ്ങനെ നമ്മൾ അണ്ടിപ്പുട്ട് പോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനപ്പോൾ അതിലേക്ക് ഇങ്ങനെ തേങ്ങ വറുത്തിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ കുറച്ചൊന്ന് ചെറിയ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കും. എന്നിട്ട് അതിലേക്ക് കടലയും അതേപോലെ തന്നെ ശർക്കര കുറച്ച് ഉരുക്കിയ വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതേപോലെ ഈ ഒരു അമൃതപ്പൊടി ഒന്ന് വാട്ടിയെടുക്കാനും മറക്കരുത്. കാരണം അത് കുട്ടികൾക്ക് ചിലപ്പോൾ പച്ച കഴിക്കുന്നത് കേടായിരിക്കും. അപ്പോൾ ഞാനതൊന്ന് വറുത്തെടുത്തതിന് ശേഷം അത് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ടെടുക്കും. അപ്പോൾ നമ്മളത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ 2-3 മാസം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കട്ടെ, ഒരു കേടും പറ്റൂല. കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണേനും ഇത് കഴിച്ചെന്ന് വിചാരിച്ചിട്ട് അവർക്ക് വയറിനൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ നല്ല ധാന്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ കുട്ടികൾക്ക് ഹെൽത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്ത പരിപാടി അൽഫാമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ തീയൊക്കെ ശരിയാക്കി എടുക്കുകയാണ്. ചാർക്കോളൊക്കെ കൊടുന്നിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുകയാണ്. അനിയനും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് നല്ല അടിപൊളിയാക്കിയിട്ട് എല്ലാവരും കൂടി ഇന്നൊരു ഡിന്നർ സെറ്റ് ചെയ്യാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ തന്നെ മഴയോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മുറ്റത്ത് വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. നമ്മൾ ആദ്യം ആ തീയൊന്നും സെറ്റായി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചിക്കൻ പെട്ടെന്നായി കിട്ടും. ഞാനപ്പോൾ ഇതിൻ്റെ ഗ്രില്ല് അതൊക്കെ ഒന്ന് കഴുകി തുടച്ചിട്ട് അനിയനക്ക് കൊടുന്നു കൊടുക്കായിരുന്നു. നമ്മൾ ചാർക്കോളിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ചാർക്കോളിട്ടാകുമ്പോൾ പെട്ടെന്നായി കിട്ടും. അല്ലാതെ ഇനിയിപ്പോൾ ചാർക്കോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചിരട്ടൊക്കെ ചുട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പോൾ ചാർക്കോൾ ഉള്ളതുകൊണ്ട് അതൊക്കെ കത്തിച്ച് അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് തീയൊക്കെ പെട്ടെന്നായി കിട്ടും. അപ്പോൾ അതൊക്കെ അനിയൻ അതൊക്കെ സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ചെക്കന്മാരൊക്കെ ഇവിടെ നല്ല കളിയിലാണ് കേട്ടോ. അവരൊക്കെ ഓരോ ഗെയിമുകൾ കളിക്കുക, ഓടിക്കളിക്കാൻ നിന്നപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, അവർക്കൊരു പുതിയ ഗെയിമുണ്ട്, അത് ഭയങ്കര പുതിയതാണ്, ഞാൻ യൂട്യൂബിൽ കണ്ടതാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പണ്ടത്തെ കുളം കര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളി ഉണ്ടല്ലോ, നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കളിച്ചിരുന്നു ഞങ്ങളൊക്കെ. ആ ഒരു കളി ഞാൻ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. മൊബൈൽ മേലൊക്കെ ഇരിക്കുന്ന കുട്ടികൾക്ക് നമ്മളാ പണ്ടത്തെ ആ കളികളൊക്കെ ഒന്നാണ്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഭയങ്കര രസമായിരിക്കും. അവർ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ അത് ഭയങ്കര രസമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് വരും. ഈ മൊബൈലിൽ തന്നെ ഇരിക്കുമ്പോഴാണ് കുട്ടികൾക്ക് എല്ലാവരും കൂടുന്ന സമയത്ത് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് കുട്ടികൾക്ക് എല്ലാവരും ഒരു ഫോണായിരിക്കും, അതിലിങ്ങനെ ഈച്ച പൊതിഞ്ഞ പോലെ കുട്ടികളായിരിക്കും. അപ്പോൾ അവർ രസങ്ങളെക്കുറിച്ചും കളികളെക്കുറിച്ചും സന്തോഷങ്ങളും ചുറ്റിലും നടക്കുന്നതും ഒന്നും അവരറിയുന്നില്ല. അവരാ ഒരു മീഡിയയ്ക്ക് മുന്നിൽ മാത്രം ഒതുങ്ങിക്കൂടുകയാണ്. അപ്പം ഞാൻ ആദ്യം ഒരു കുളമൊക്കെ വരച്ചിട്ട് അവർക്കതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു കേട്ടോ. പിന്നെ അവരാ കളിയിലാണ്ട് ഏർപ്പെട്ട് നല്ല രസമുള്ള കളി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കളി തുടങ്ങി. പിന്നെ ആ കളി നിർത്തുന്നില്ല. കളികൾക്കാണോ പഞ്ഞ, നമുക്ക് തന്നെ എന്തെല്ലാം കളികളറിയാം. നമ്മൾ ആ കുട്ടിക്കാലത്തിലേക്കൊന്ന് പോയി നോക്കിയാൽ തന്നെ നമ്മൾ കളിച്ച കളികൾ തന്നെ ഉണ്ടായിരിക്കും ഒരുപാട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ. ഈ കളി ഒന്ന് കണ്ടു നോക്കൂട്ടാ, രാത്രി ആയതുകൊണ്ട് തന്നെ വേറൊന്നുമില്ല, അതൊന്ന് കണ്ടു നോക്കൂ. ഇപ്പോൾ ഒരു കളിയാണെന്നുണ്ടെങ്കിൽ നാരങ്ങപ്പാലം, ചൂണ്ടയ്ക്ക് 2, ആ കളിയൊക്കെ എൻ്റെ മോൻക്ക് ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ അവനക്ക് എന്തോ ഒരു ഗെയിം പഠിച്ചൊരു സന്തോഷം. അതന്നെ കളിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ ഒത്തുകൂടുമ്പോണ്ടെങ്കിൽ പൂ പറിക്കാൻ പോരുന്നോ, ആര് നിങ്ങൾക്ക് ആവശ്യം, ആ ഒരു കളിയൊക്കെ ശരിക്കും കുട്ടികളെ സംബന്ധിച്ച് അതൊക്കെ വലിയ ഇതാണ്. അപ്പോൾ നമ്മുടെ അൽഫാമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കാൻ വേണ്ടി മുഹമ്മദ് ആദ്യം തന്നെ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിലത്തിരുന്നിട്ടാട്ടോ, കുട്ടികളെല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് നിലത്തിരുന്നിട്ട് വട്ടത്തിലിരുന്നിട്ടാട്ടോ കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വരാം. എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. നിങ്ങളെ അഭിപ്രായങ്ങളും അതേപോലെ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കെങ്കിലും ചെയ്യുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റെങ്കിലും എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്കത് കാണുമ്പോൾ നല്ല സന്തോഷമാണ്. ഇനി നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. നമ്മുടെ വീഡിയോ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനും ഒക്കെ താങ്ക്സ്.